ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതേപോലെയുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഷോർട്ട് കട്ട് ടോപ്പ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതുമായ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ ഇങ്ങനെയുള്ള ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പം നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിലൂടെ കാണാം. കട്ടിങ്ങിലൂടെയും സ്റ്റിച്ചിങ്ങിലൂടെയും കാണാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു ക്ലോത്താണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിന് വേണ്ടി 2.5 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ ഹോൾസ് ഉള്ളതുകൊണ്ട് നമ്മൾ ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ലൈനിങ് നമ്മൾ യോക്കിൽ മാത്രമാണ് വെക്കുന്നത്. യോക്കിലും സ്ലീവിലും മാത്രമാണ് ലൈനിങ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി 4 ഫോൾഡറായി ഇതുപോലെ ലൈനിങ് മടക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് എത്രയാണ്, യോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ്, അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇത് എൻ്റെ മോൾക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 15 ഏജിലുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരളവാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഹൈറ്റുള്ള കുട്ടികളാണെങ്കിൽ ഈ ഒരു അളവ് മതി കേട്ടോ. ചില കുട്ടികൾക്ക് 15 വയസ്സാണെങ്കിലും ഹൈറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ലെങ്ത്ത് നമ്മൾ 14ക്ക് 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 15 അടയാളപ്പെടുത്തി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ എൻ്റെ മോളിത് പെരുന്നാളിന് ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇതേപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ എല്ലാവരും വാങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തൂടെയൊക്കെ ചോദിച്ചിട്ടോ. ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ. ഇനി ഷോൾഡർ 13.5 ആണ്. അതിൻ്റെ പകുതി 6.25 അടയാളപ്പെടുത്തുക. അതേപോലെ ആ 6.25 തന്നെ ഇതേപോലെ ആം ഹോളിന് വേണ്ടി അടയാളപ്പെടുത്തി ഇതേപോലെ വരച്ചെടുത്തു, ഒരു കർവ് വരച്ചു. ഇനി അടുത്തതായിട്ട് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് വിഡ്ത്ത് നമുക്ക് 19 ആണ്. അതിൻ്റെ പകുതി 9.5 അടയാളപ്പെടുത്തിയതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്യുക. അതേപോലെ വേസ്റ്റ് ലെങ്ത്തിൻ്റെ വിഡ്ത്ത് 18 ആണ്. അപ്പോൾ 9 അടയാളപ്പെടുത്തി അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കുക. അപ്പം സീം എലവൻസ് 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ ആഡ് ചെയ്യട്ടോ. ഇനി ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ടൊരു കുറവ് കൊടുക്കുക. ഇനി നമുക്ക് ആലിയ കട്ടിൻ്റെ ആ ഒരു കോണ് കട്ട് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് ചെരിഞ്ഞൊരു ലൈൻ കൊടുക്കുക. ഈ നെക്ക് വിഡ്ത്ത് 2.25 ലെങ്ത്ത് നമുക്ക് എത്രയാണ് വേണ്ടത് അത് അടയാളപ്പെടുത്തുക. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ആ വീനൊക്കെ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും 1 ഇഞ്ചൊക്കെ ഏറെ ഇട്ടിട്ട് വേണം വീനക്കിന് വേണ്ടി ലെങ്ത്ത് അടയാളപ്പെടുത്താൻ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ആലിയ കട്ട് ഒരു കോൺ ഷേപ്പ് ഉണ്ടല്ലോ, ഫ്രണ്ട് ഭാഗത്തുള്ള കോൺ ഷേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി താഴെ നിന്നും 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസ് ചേർത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പം ഞാനിവിടെ താഴെ നിന്നും 4.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. കണ്ടില്ല, ഇതേപോലെ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ 1/2 ഇഞ്ച് ഒരു സൈഡ് ഭാഗത്ത് അടയാളപ്പെടുത്തില്ലേ, ആ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് ചെരിഞ്ഞ് ലൈൻ കൊടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യണേ. അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും കമൻറ്റിൽ അറിയിക്കണേ. ഇനി നമ്മൾ ഇതേപോലെ വരച്ചെടുക്കുക. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യാനതിന് മുന്നേ എൻ്റെ മോള് വന്നപ്പോൾ ഇത് പറഞ്ഞിട്ടോ, ഈ നെക്കിനിക്ക് ഇതേപോലെ 1/2 ഇഞ്ച് വിഡ്ത്ത് വേണ്ട, താഴേക്ക് ഇതേപോലെ തന്നെ കോണായി വന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് നമ്മൾ വരച്ചിട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫ്രണ്ട് പാർട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അതിന് വേണ്ടി അത് മേലെയുള്ള ഫോൾഡിങ് കട്ട് ചെയ്തിട്ടോ. കണ്ടില്ല, അതേപോലെ ചെരിഞ്ഞ ലൈൻ കൊടുത്തിട്ടില്ല, അതൊക്കെ കൊടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് ആദ്യം നമ്മൾ ആം ഹോളും
അപ്പോൾ ഷോൾഡർ മുതൽ ആം ഹോൾ വഴി ഇതേപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷമാണ് ഈ ഒരു വീനക്കും കോൺ ഷേപ്പൊക്കെ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഇത് മറന്നാലും ഇതേപോലെ രണ്ടും ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്ത് കേട്ടോ. കണ്ടല്ലോ, ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യേണ്ടത്. നെക്കും കോൺസെപ്പൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇനി ബാക്ക് പാർട്ടിൽ നെക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ 2.25 ഇഞ്ച് വിടുത്തും 2.5 ഇഞ്ച് ലെങ്ത്തുമാണ് ഞാനിവിടെ ബാക്ക് നെക്കിന് വേണ്ടി വരയ്ക്കുന്നത്. ഇതും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ലൈനിങ്ങിലുള്ള കട്ടിങ് ഇവിടെ കഴിഞ്ഞു. ഇനി ഇതേ അളവിൽ തന്നെ ഈ ഒരു ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കുക. അതിനുവേണ്ടി മെയിൻ ക്ലോത്ത് എടുക്കുക. എന്നിട്ട് നമ്മുടെ പിക്ചർ എങ്ങനെയാണോ അതിനനുസരിച്ച് മുകളിലേക്ക് വരുന്ന രീതിക്ക് വേണം വെച്ച് കട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ അതിൽ വന്ന പിക്ചർ ഒരു പൂവാട്ടോ. ആ പൂവ് മുകളിലേക്ക് വരുന്ന രീതിക്ക് വേണം ക്ലോത്ത് വെക്കാൻ. അപ്പോൾ നമ്മൾ യോക്ക് ഇതേപോലെയാണ് കേട്ടോ വെച്ച് കട്ട് ചെയ്യുന്നത്. ഷോൾഡർ, ആം ഹോള്, അതേപോലെ ആ ഒരു ഫ്രണ്ട് പാർട്ടുള്ള കർവല്ല കോൺ ഷേപ്പുള്ള ഭാഗവുമാണ് കട്ട് ചെയ്യുന്നത്. നെക്ക് ഇവിടെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. നെക്ക് നമ്മൾ ലൈനിങ്ങിൽ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലേ, നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടോ. ഇനി മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം ആം ഹോളും എല്ലാ ഭാഗവും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇതിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ എല്ലാം ഒന്ന് കാണണേ. ഇനി ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ യോക്ക് നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രിൻ്റ് വന്നിട്ടുള്ള ഭാഗം മുകളിലേക്ക് നമുക്ക് ആ ഒരു പ്രിൻറ്റിൻ്റെ പൂവ് മുകളിലേക്ക് വരുന്ന രീതിക്ക് വേണം മടക്കി വെക്കാൻ. അപ്പോൾ സ്കേർട്ടിന് വേണ്ടി നമ്മൾ ഫുൾ ലെങ്ത്തിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത്ത് കുറച്ചതിന് ശേഷം അതിലേക്ക് 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചൊക്കെ ആഡ് ചെയ്തിട്ട് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് 30 അതിൽ നിന്നും യോക്കിൻ്റെ ലെങ്ത്ത് 14 കുറച്ചതിന് ശേഷം നമുക്ക് 16 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത് സ്കേർട്ടിന്. അതിലേക്ക് 1.5 ഇഞ്ച് 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 18 നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ 1.5 ഇഞ്ച് ആഡ് ചെയ്യുക അല്ലെങ്കിൽ 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് അത് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 18 ഇഞ്ച് കട്ട് ചെയ്യുന്നുണ്ട്. ലെങ്ത്ത് 18 അടയാളപ്പെടുത്തുന്നത്. കണ്ടല്ലോ, ഇതേപോലെ ലെങ്ത്ത് അടയാളപ്പെടുത്തി ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ഇനി ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലിയ കട്ടിൻ്റെ ആ ഒരു കോൺ ഷേപ്പ് നമ്മൾ യോക്കിൽ കട്ട് ചെയ്തില്ലേ, ആ ഒരു കട്ടിങ് നമ്മൾ എത്രയാണ് ലെങ്ത്ത് എടുത്തത് ആ ഒരു കട്ടിങ് നമ്മുടെ ഈ 18ലേക്ക് ആഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ താഴെ നിന്നും 18 അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു കോൺ ഷേപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ 18 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ലൈനിലേക്ക് ക്രോസ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക. കണ്ടല്ലേ, നമ്മൾ ഇതേപോലെ 18 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ കട്ട് ചെയ്ത യോക്കിൻ്റെ ബാക്കി ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ എടുത്ത് ഇതേപോലെ വെച്ച് നോക്കുക. കണ്ടല്ലോ, ഇതേപോലെ വെച്ച് നമ്മൾ അടയാളപ്പെടുത്തിയ 18 ഇഞ്ചിലേക്ക് ക്രോസ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഇതേപോലെ 18 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് അതിൻ്റെ മുകളിലേക്ക് 5 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതേപോലെ ക്രോസിലൊന്ന് ടേപ്പ് വെച്ച് വരച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കുർത്ത കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ട് ഇതേപോലെയൊക്കെ ചെയ്യണേ.
അപ്പോൾ നമ്മുടെ സ്കേർട്ട് പോർഷൻ ഇവിടെ കട്ടിങ് കഴിഞ്ഞു. ഇനി സ്ലീവൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ എത്രയോ തവണ വിടുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ പോയി മറ്റുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല കറക്റ്റായി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ഉണ്ടെങ്കിലൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് ഇനി ആർക്കെങ്കിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ അങ്ങനെയൊക്കെ വിട്ട് കൊടുത്ത് എല്ലാവരിലേക്ക് എത്തിക്കണേ. അപ്പോൾ നമ്മൾ ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതാ ഫ്രണ്ട് പാർട്ട് നല്ല വശത്ത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് ക്ലോത്ത് വെച്ച് നമ്മൾ വീനെക്ക് സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ വീനെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കട്ടൊക്കെ കൊടുത്ത് മറിച്ചിടാം. നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു, ഇതേപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് മറിച്ചിട്ടു. കണ്ടല്ലോ. ഇനി ഒരു പ്രസ് സ്റ്റിച്ചും കൂടി കൊടുത്തതിന് ശേഷം ആം ഹോള് പിന്നെ കോൺ വന്നിട്ടുള്ള ഭാഗം എല്ലാ ഭാഗവും ഒന്ന് ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് ബാക്ക് പാർട്ട് ഇതേപോലെ തന്നെ വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മറിച്ചിടുന്നതിന് മുന്നേ നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ലൈനിങ്ങുമായി കവർ ചെയ്തിട്ടാണ് ഈ ഷോൾഡർ അറ്റാച്ചിങ്. അപ്പോൾ അതിന് വേണ്ടി ഇതാ ലൈനിങ് ഇതേപോലെ ഉയർത്തി ഷോൾഡറിൻ്റെ അവിടെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കിൻ്റെ എഡ്ജ് ഇതേപോലെ വെച്ച് കവർ ചെയ്ത് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ മറിച്ചിട്ടതിന് ശേഷം നെക്ക് പ്രസ്റ്റിച്ച് കൊടുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ യോക്ക് പോർഷൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ ഏകദേശം കഴിഞ്ഞു. കണ്ടല്ലോ. ഇനി നമുക്ക് സ്കേർട്ട് പോർഷന് ഫ്രണ്ട് പാർട്ട് എടുത്ത് പ്ലീറ്റ്സൊക്കെ ഇട്ടതിന് ശേഷം ഇതിൽ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കണ്ട് ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കണേ. അപ്പോൾ സ്കേർട്ടിൻ്റെ കണ്ടല്ലേ, നമ്മൾ കോണിൽ വെട്ടിയ സ്കേർട്ട് പോർഷൻ എടുത്ത് ഇതേപോലെ വെച്ച് അതിൻ്റെ മിഡിൽ മുതൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക, അല്ല പ്ലീറ്റ്സിട്ട് കൊടുക്കുക. അതല്ല ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സിട്ട് കൊടുത്ത് ഫുള്ളൊന്ന് പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൽ ആ കോൺ ഷേപ്പ് വന്നിട്ടുള്ള ഭാഗത്ത് ഇത് അറ്റാച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ ഫുള്ളൊന്ന് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മിഡിൽ ഭാഗത്ത് ഒരു പിൻ ചെയ്ത് ഇങ്ങനെ അടയാളപ്പെടുത്തുക. ഉണ്ടല്ലോ, ആ ഒരു മിഡിൽ ഭാഗം നമ്മൾ എന്തെങ്കിലും ഒരു പിന്നോ എന്തെങ്കിലും വെച്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ട് യോക്കിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഭാഗം ക്ലിയറായി കാണാൻ പറ്റുള്ളൂ. കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് കിട്ടി. രണ്ട് ഭാഗവും നമ്മൾ പീടിച്ചിട്ട് കഴിഞ്ഞു. ഇനി യോക്കിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലേ, നമ്മുടെ ആ ഒരു ഫ്രണ്ട് സ്കേർട്ട് പോർഷൻ ഇവിടെ പീടിച്ചിട്ട് ചെയ്തു. ഇനി നമുക്ക് യോക്ക് പാർട്ട് എടുത്ത് ആ ഒരു ഷേപ്പിൽ നമ്മൾ ഈ ഒരു സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ സ്കേർട്ടിൻ്റെ മിഡിൽ ഭാഗം എടുത്ത് ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പം വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ? എന്തായാലും കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് സ്വന്തം കുട്ടികൾക്ക് തന്നെ ഇട്ട് കൊടുക്കൂ. നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ മിഡിൽ ഭാഗത്ത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം അവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഒന്നായിട്ടൊരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ 2 സ്റ്റിച്ചായി. ഇതേപോലെ ചെയ്യണമെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാണ്ടത് രാത്രി പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി 12 മണിൻ്റെ ശേഷമാണ് ഈ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്തത്. അപ്പോൾ മോൾ ഇതിന് സപ്പോർട്ട് തന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കാനൊക്കെ അവൾ സപ്പോർട്ടിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഉറക്കൊഴിച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ വിടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാത്രി മോളും സപ്പോർട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ വീഡിയോ എടുക്കാനൊക്കെ സപ്പോർട്ട് അവൾ തന്നെയാണ്. അത് കാരണം എന്താണെന്ന് അറിയോ? കാരണം എനിക്ക് പെരുന്നാൾ സ്റ്റിച്ചും അതേപോലെ യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കിട്ടിയിരുന്നു ഒരേ ടൈമിലല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് കഴിയൂല. കാരണം പെരുന്നാളിൻ്റെ തലയിൽ നിന്നാണ് കുറേ ആൾക്കാർ കൊണ്ടുവരിക. മാക്സി അതേപോലെ ഷേപ്പാക്കാനുള്ള കട്ട് ചെയ്ത് വലിപ്പം കുറക്കാനുള്ളതൊക്കെ ആ ടൈമിലാണ് കൊണ്ടുവരിക. അപ്പോൾ അതൊക്കെ വാങ്ങും ചെയ്യും. ഒക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. 12 മണിൻ്റെ ശേഷമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓട് പറഞ്ഞ് ഈ ടൈമിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ സപ്പോർട്ട് വേണം. വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓൾ ഇതിനൊക്കെ ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 മണിയാണ് കിടന്നപ്പോൾ 2-2:30 മണിയാണ് കിടന്നപ്പോൾ. കാരണം അതിൻ്റെ ഇടയിൽ കോഡ് വയർ കിടന്ന് അങ്ങനെയൊക്കെ പ്രശ്നം വന്ന്. എന്നാലും ഞാനിത് തീർത്തതിന് ശേഷമാണ് കിടന്നുറങ്ങിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഏതൊരു സ്റ്റിച്ചിങ് നമ്മൾ ഇതേപോലെ വെല്ലുവിളിച്ച് ചെയ്യട്ടോ. കാരണം ഞാൻ അത്രയ്ക്ക് ടയർഡായിനി. കാരണം പെരുന്നാളിൻ്റെ ആ സ്റ്റിച്ചിങ് അധികം കിട്ടിയിട്ടൊന്നുമില്ല. എന്നാലും ലാസ്റ്റിക്കാണിത് ആൾക്കാർ കൊണ്ടുവന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ തന്ന സാധനങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് നേരത്തിന് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇതേപോലെയൊക്കെ സ്റ്റിച്ചാൽ നമുക്ക് ഇതേപോലെയൊക്കെയുള്ള വരുമാനം ഉണ്ടാക്കട്ടോ. കാരണം മടി പാടില്ല. നമുക്കിതൊക്കെ മടി തന്നെയാണ്. എന്നാലും പൈസ കിട്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വളരെ ആവശ്യമാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോർട്ട് കട്ട് ആലിയ കട്ട് കുർത്തി ഇവിടെ ഏകദേശം ഫ്രിൽസും ബാക്ക് പാർട്ട് ഫ്രിൽസൊക്കെ ഇട്ട് ഇതുപോലെ കിട്ടി. ഇനി സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാണട്ടോ. അപ്പോൾ സ്ലീവ് നമ്മൾ ആദ്യമേ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങും ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മിഡിൽ ഭാഗം കറക്റ്റാക്കി വെച്ചൊന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. കണ്ടല്ലേ, നമ്മുടെ സ്ലീവ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് കേട്ടോ. ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒരു ബാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് അത്രയ്ക്ക് നമ്മൾ ഒപ്പിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ക്ലോത്ത് എടുക്കുമ്പോൾ കുറച്ച് എയർ എടുക്കുക. 3 മീറ്ററൊക്കെ എടുക്കട്ടെ ഇങ്ങനത്തെ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ. ഞാനിത് എത്ര മീറ്റർ 2.5 മീറ്റർ 2 മീറ്റർ ഇട്ട് എടുത്തത് എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഞാൻ 2.5 മീറ്റർ എന്ന് അതിൽ പറഞ്ഞത് കേട്ടോ. കുറേ ആയത് എടുത്ത് വെച്ചിട്ട് മോൾക്ക് ട്യൂഷന് പോകുമ്പോൾ ഇടാൻ കുറഞ്ഞിട്ടാണ് ഇത് എടുത്തത്. പക്ഷേ അത് പെരുന്നാൾക്ക് സ്റ്റിച്ചിങ് ആവുമെന്ന് എനിക്ക് ഞാൻ വിചാരിച്ചില്ല. ഇതിന് മുന്നേ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് പഴയതാണ്. അങ്ങനെ ഒരു ആലിയക്കട്ട് കുർത്തിയാണെന്ന് എനിക്കറിയില്ല. സാധാ ടോപ്പാണെങ്കിൽ 2 മീറ്ററൊക്കെ മതി അങ്ങനെ വിചാരിച്ചെടുത്തത്. ഏതായാലും നല്ല കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുർത്തതാ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ഷോർട്ട് കട്ട് കുർത്തയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.